കാർത്തിക. അർഹമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും. സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഉദ്യോഗ മാറ്റമുണ്ടാകും. എന്താണ് ഈ മറ്റേ സിനിമയുടെ പരസ്യം പിന്നെ ഈ നക്ഷത്രഫലം മാത്രം വായിക്കുള്ളൂ? ഫ്രണ്ട് പേജ് വായിക്കണം. അപ്പോഴാണ് ലോക വിവരം ഉണ്ടാവുള്ളൂ. നാളെ ഒരു സർക്കാർ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കണ്ടല്ലേ? അതപ്പോ ഇതിന്റെ പറയുന്നൊക്കെ കറക്റ്റ് നടക്കാം. ആ പെണ്ണ് നോക്കി നോക്ക്. ഇപ്പൊ നേരം വിളിച്ചാ സിനിമയും നക്ഷത്രഫലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പത്രത്തിന്റെ ഫ്രണ്ട്. പിന്നെ അതിലെഴുതിയതൊക്കെ ശരിയാവില്ല. പിന്നെ ഈ പ്രായത്തിൽ ഇനി നാളെ രോഹിണിയോ? അത് കൃഷ്ണഭഗവാന്റെ നാളല്ലേ? അയ്യേ, കൃഷ്ണ ഭഗവാൻ 10,000 പെണ്ണുങ്ങളെ കെട്ടിയിട്ടുണ്ട്. ഇത് അപ്പൂപ്പനെ ഒരാളെ പോലും കെട്ടിയിട്ടില്ല. അയ്യേ, എന്താണ് നീ പറഞ്ഞ? ആരാ പറഞ്ഞു 10,000 ഭാര്യമാരാന്ന്? 10,008 ഗോപികമാര് ഭഗവാൻ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതും തെറ്റാ. 16,008 അല്ലേ? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. അല്ല, 16,008 എന്നാ പറഞ്ഞ. 16,008 കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. പിന്നെ രാധ എന്ന് പറയുന്ന ഒരു കളിത്തോഴി ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചത് രുക്മിണി സത്യഭാമ പറഞ്ഞ 2 പേരെയാണ്. അത് കഴിച്ചു. ഒരാളെ പോലും കഴിച്ചില്ല. അത് ഈ ജനിക്കുന്ന സമയത്തിന്റെ ഒക്കെ മാറ്റങ്ങളായിരിക്കും അല്ലേ? ശരി, ഞാൻ വായിക്കാം. കുടുംബത്തില് സ്വസ്ഥതക്കേട്, ആശുപത്രി വാസം, അപകടം. ആർക്ക്? തേങ്ങടെ മൂടാ വീട്ടിലങ്ങനെ ഒതുങ്ങിയിരിക്കണം. എനിക്കപ്പനി അപകടം ഉണ്ടാവാൻ പോണത് ഒന്നും ഉണ്ടാതിരിക്കുകയാണ്. അപ്പൊ തന്നെ അറിഞ്ഞൂടാ അത് കള്ളത്തരാന്ന്. നീ അത് മാറ്റി വെച്ചിട്ട് വേറെ വായിക്കും. കുടുംബത്തിന് സ്വസ്ഥതക്കേട് അതിലെഴുതിയതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ എന്താന്നറിയ? രോഹിണിയുടെ നക്ഷത്രത്തിലുള്ളത് നാളത്തെ ദിവസം അതും അകീരത്തിലേക്ക് ആക്കും. അങ്ങടും ഇങ്ങടും മാറ്റി എഴുതി കാശുണ്ടാക്കാൻ. ശത്രുദോഷം, കാര്യപരാജയം. മോശമായിട്ടോ ഈ ആഴ്ച. ഹലോ, അതിലെപ്പ നോക്കിയാലും അങ്ങനെ. ഹലോ, കേക്കാമോ നടരാജ? എടാ, നീ എന്തിനിങ്ങനെ മിസ് കോൾ അടിക്കുന്നേ? മീറ്റിങ്ങോ? 6-ാം തീയതി 4 മണി. എടാ, 6-ാം തീയതി 4 മണിക്കല്ലടാ, 4-ാം തീയതി 6 മണിക്ക്. പൊട്ട. ശരി ശരി ശരി. ഇങ്ങനെ ഒരു മുതല്. നിങ്ങളുടെ പാർട്ടിക്കാരെ സമ്മതിക്കണം കേട്ടോ. വേറെ 160 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം ഉപയോഗിക്കാം ഫോണിൽ അല്ലേ? ആ സമയത്താണ് ഈ മിസ്ഡുകൾ അടിക്കാനും കൂടി കാശില്ല പറയും. അതെ അമ്മാവ, ഞങ്ങളെ ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരാറില്ല കേട്ടോ. പറയണ ഒരാള് കാഷ്ടത്തിലെ കാശ് കണ്ടാ നക്കിയെടുക്കും. പോയിക്കാനാണ്. പിന്നെ നിന്റെ അമ്മാവൻ പറഞ്ഞത് അമ്മ കളിച്ച തമാശയല്ലേ? അത് നിങ്ങൾ കുടുംബക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. ഡാഡിയുടെ നാള് നീ പോച്ചേ. സത്യക്രിസ്ത്യാനെ നമുക്ക് ഇതൊന്നും ഇല്ല. നാളും ജാതകമൊന്നും. ഈ പൂരം എന്നൊക്കെ പറഞ്ഞ പൊടി പൂരാണല്ലോ. അതെ, തെറ്റിണ്ടാവും. ചതയാവുന്ന ആള് ചതഞ്ഞു കിടക്കുക ജീവിതം. ഞാൻ ഇവിടെ വന്ന് പെട്ട് ചതഞ്ഞു പോയതാ ഈ കുടുംബത്തിൽ. ശത്രുദോഷം, കാര്യപരാജയം, കുടുംബത്തിൽ സ്വസ്ഥതക്കേട്, ആശുപത്രിവാസം, അപകട സാധ്യത. അതെങ്ങനെയത്? ഇപ്പൊ എന്റെ നാട്ടില് വന്ന അതേമാതിരി തന്നെയാണല്ലോ മറ്റേ അപകടവും ആശുപത്രി വാസമൊക്കെ പനി വന്നേക്കണത്. അത് ഒരേ സംഭവം. അതെങ്ങനെ 2 നാളില് ജനിച്ചവർക്ക് ഒരേ സംഭവം? ഇതിപ്പോ എന്റെ നാളില് വന്നത് അടുത്ത ആഴ്ച എന്റെ നാളില് വരും. അതെടുത്തിട്ട് നേരെ എന്റെ നാളില് എഴുതും. ഇനി അടുത്ത ആഴ്ച എന്റെ നാളി പറഞ്ഞാൽ അതിന്റെ അടുത്ത ആഴ്ച എവിടെയിൽ പോകും, അമ്മാനും അക്കളീരയിൽ പോകും. ഇതിങ്ങനെ ഇങ്ങനെ മാറ്റി മറിച്ച് എഴുതിയിട്ട് ജനങ്ങളെ പറ്റിക്കുക. അല്ലാണ്ട് ഇതിലൊന്നും വിശ്വസിച്ചില്ല. കുടുംബക്കാരെല്ലാം കൂടി ഒരു ചർച്ച. ഞങ്ങളെ ഒരു ആനയെ വാങ്ങിച്ചാ ഇവിടെ എവിടെ കെട്ടാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ആനയാക്കിയാ വാരഫലം നോക്കുവാ. വാരഫലം. ആരാ വാരഫലം? മൊത്തത്തില് നോക്കിയാ? ഒരു കാര്യം ചെയ്യ്, അമ്പിളിയമ്മന്റെ നാളേതാ? അമ്പിളിയമ്മന്റെ നാള് പെരുന്നാള്. പഠിക്കാനൊന്നും പോയോ? ഞായറാഴ്ച. എന്തമ്മാവാ ഇവ ഇങ്ങനെ? അതന്നെ ഇപ്പൊ ഞാനും ആലോചിക്കുന്നു. എന്താ തങ്കപ്പ ഇങ്ങനെ? അത് ഞാൻ ഉത്തരം കിട്ടാത്തൊരു സമസ്യയാണ്. ഒരുപാട് അന്വേഷണം. എന്റെ യോഗ അല്ലാതെ എന്താ പറയാ? ഇതിനകത്ത് ഞാൻ എന്തിരുന്നട്ടാ വന്നെല്ലാം കഴിക്കാൻ നോക്ക്. വാ, ഗ്ലാസ് എടുക്ക്. ഞാൻ എടുക്കണം. ഇപ്പൊ ഇങ്ങനെ വട്ടാണ്. ഇപ്പൊ ചായ തന്നേളൂ. അതിന്റെ പുറമെ ഇനി തിന്നാൻ നോക്ക്. ഇതെന്താ കുടിയും തിന്നിലും മാത്രം? വെറുതല്ല ചക്കപ്പോത്ത് പോലെ ആവണം ഓരോന്ന്. എന്നെ വിളിച്ചെന്തായാലും തിന്നാൻ കൊടുക്കേ. എടി കൊച്ചേ, ഭക്ഷണം കഴിക്കാൻ വാ. അല്ലെങ്കിൽ കളി തുടങ്ങിയ ഭക്ഷണം വേണ്ട. ഒഴിവുള്ള ദിവസമായ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. അതെ, എന്നിട്ട് അവൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവാൻ നോക്കുന്നുണ്ടോ? ഈ കൊല്ലം ചിലപ്പോ മാറും കിട്ടുന്ന പറഞ്ഞേ. അങ്ങനെ ശരിയാണ്. ഇവരിവിടെ താമസിക്കല്ലേ, പിന്നെ അവരവിടെ ഒന്ന് താമസിക്കും. അപ്പൊ മറ്റേ വീട് പണി കഴിഞ്ഞ് അങ്ങോട്ട് മാറില്ലേ? അല്ലെന്നേ, അമ്മളിക്കുട്ടിന്റെ പൈസ ഇല്ലാന്നോ, അതുകൊണ്ട് വീട് പണി നിർത്തി വെച്ചേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചില്ല കേട്ടോ.
എന്നാലും ഇപ്പൊ അവൻ പെട്ടെന്ന് സ്ഥലം മാറിയിട്ട് വരുമ്പോ ഇപ്പൊ വല്ല വാടക വീട്ടിലേക്ക് മാറാണ്ടിരിക്കുവോ? കൂട്ടുകാരല്ലേ നല്ലത്. മാറുമായിരിക്കും. എന്നോടൊന്നും പറഞ്ഞില്ല, ഉദ്ദേശിച്ചതാ. അല്ല മാറിയില്ലെങ്കിൽ പിന്നെ ഇപ്പൊ അവര് മാറുന്നവരെ കുറച്ച് ദിവസം എന്നാ അമ്മയും കനാനും ഇവിടെ വന്ന് നിൽക്കട്ടെ. ഇവിടെയോ? ബെസ്റ്റ്. ക്ലീറ്റോന്റെ അടുത്തല്ലേ, നല്ല രസമായിരിക്കും. പിന്നെ യുദ്ധം കാണാൻ പുറത്തൊന്നും പോണ്ട. എന്റെ ക്ലീറ്റസിന് എന്തത് ആരുടെയെങ്കിലും നെഞ്ഞത്ത് കയറണമെന്ന് നിർബന്ധം? ഇപ്പൊ അത് അവന്റെ നെഞ്ഞത്തായി. അല്ലിപ്പോ വെറുതെ ഒരു നാളിന്റെ കാര്യം പറയുമ്പോഴേക്കും എല്ലാം പിടിച്ചു വലിച്ചിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ സ്വഭാവം അതല്ലേ. എനിക്കിപ്പോ അത് കണ്ടില്ലെങ്കിൽ ടെൻഷനാ. എന്നെ എഴുതണം കൊടുത്തോണ്ടിരുന്നു. ഏതൊരു വണ്ടി? ഞാൻ നോക്കട്ടെ. ഇത് കഴിച്ചിട്ട് വന്നോ? ഞാൻ നോക്കാം. നമസ്കാരം. എന്ത് പറ്റി വഴിക്കൊക്കെ? എനിക്ക് ആ ക്ലീറ്റസിന് അത്യാവശ്യം കാണണം. ആണോ? എന്തായാലും മുതലാളി വന്ന സമയം കൊള്ളാം. അതെന്താ? എൻ്റെ മാമൻ അവിടെ പുള്ളിക്കാരൻ നല്ല വ്യക്തിയാണ്. എന്താ കുടുംബക്കാരന് പേര് വന്നിട്ട് അഴകേശൻ. അജകേശൻ. ആ, അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു ഞാൻ പരിഹാരം ഒന്ന് കണ്ടേച്ചോ. പുള്ളിക്കാരൻ. എന്നെ അറിയാവല്ലോ. അറിയാം, സുരേന്ദ്ര മുതലാളിയല്ലേ? ആ, അപ്പൊ പേരൊക്കെ അറിയാം. വലിയ വലിയ മുതലാളി വരാകുമ്പോ നമുക്ക് പേരൊക്കെ അറിയല്ലോ. ഞാൻ വന്നത് അറിയാം. ക്ലീറ്റസ് കുറച്ച് കാശ് തരാനുള്ളതല്ലേ, അതെങ്ങനെയെങ്കിലും പറഞ്ഞ് മേടിച്ച് തരാൻ മുതലാളി. കാശിന്റെ കാര്യമല്ല. അല്ലേ? പിന്നെന്താ മുതലാളി? എനിക്ക് പ്രായമായി വരികയല്ലേ. ഓ, എന്റെ ബിസിനസ്സുകളെല്ലാം നോക്കി നടത്തുന്നത് അവനാണ്. ആരാത്? എന്റെ മരുമകൻ. ഓ ഓ ഓ. അവൻ എന്നെ പോലെ അത്ര സൗമ്യനല്ല. ആ, ആളൊരു ശകലം തീപ്പൊരിയ. അയ്യോ, ഈ തീപ്പൊരി പോലുള്ള ആൾക്കൊക്കെ മകളെ കെട്ടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇന്നത്തെ കാലമല്ലേ, ലവ് മാരേജ്. സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, എന്നെ പോലെ സൗമ്യനല്ല, തീപ്പൊരിയാ. എന്നെ പോലെ കുടുങ്ങിയതാ, പ്രേമിച്ചു കുടുങ്ങിയതാ. അല്ല മുതലാളി, ഇതെന്താ ഇവിടെ വന്ന് പറയാൻ കാര്യം? ഇവിടെ വന്ന് പറയാൻ കാര്യമുണ്ട്. ഓ, ഇവിടുത്തെ ക്ലീറ്റസും എന്റെ മരുമകനുമായി സാമ്പത്തികപരമായി ഒന്ന് ഉരസി. എന്തോ പാർട്ടി ഫണ്ടോ എന്തോ പറഞ്ഞ് അവന്റെ അടുക്കൽ കുറച്ച് പണത്തിന് തന്നു. അവനാള് തീപ്പൊരിയാന്ന് പറഞ്ഞല്ലോ, എന്നെ പോലെ സൗമ്യനല്ല. അവൻ കൊടുത്തില്ല. അവന്റെ പാറമട പൂട്ടിക്കൊന്നും പറഞ്ഞാണ് ഇപ്പൊ ക്ലീറ്റസ് നടക്കുന്നത്. അതും പോരാത്തതിന് കുബേരാന്നും പറഞ്ഞ് എന്നെ അകത്തിടാനും സംഭവം തീപ്പൊരിയാവും. എന്റെ കയ്യിലെ പണം വാങ്ങിച്ചോണ്ടാണ് ഈ തോന്നിവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നെ പോലെ അല്ല എന്ന് പറഞ്ഞല്ലോ. അവൻ തീരെ വഷള. അവന്റെ ഗുണ്ടകളായിട്ട് വന്ന് പൂശും. താങ്കളൊരു മെമ്പറല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ആവട്ടെ. എൻ്റെ പൊന്നമ്മാവ, ഇവർ എന്തിൻ്റെ കേടമ്മാവ. ഇപ്പൊ വന്ന് സംസാരിച്ചിട്ട് പോയില്ലേ? ഇങ്ങനെ പോലെ അല്ല ഇങ്ങനെ മരുമോൻ. മഹാത്തെമ്മാടിയാണ്. എപ്പോഴും ഒരു 10 പേര് കൂടെ കാണും, അടിയാൾ പോലെ നല്ല തടിച്ചിട്ട്. ഒരു വണ്ടി പോയല്ലേ, ഒരു വണ്ടി ഫ്രണ്ടിൽ ഒരു വണ്ടി ബാക്കിൽ, അങ്ങനെ എസ്കോട്ട് പോയിട്ട് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവന്റെ അടുത്താണ് ഇവൻ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമാവ. ആരെ പറഞ്ഞ് മനസ്സിലാക്കണം? അവൻ ഈ ജന്മത്തിന് നേരാവില്ല. ഞാനെന്തിനാ കിടക്കണം? ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഓരോരോ വണ്ടി വലി വന്നിട്ട് എന്തിനാ ബാക്കിയുള്ള ഓരോന്ന് അനുഭവിക്കാൻ നിൽക്കണ്? ഇവിടെ കണ്ണാടി വെച്ചാണോ? കഷ്ടമുണ്ട്. അമ്മാവനും കൂടി ഈ സമയത്ത് ഉപേക്ഷിച്ചു പോയി ഞാൻ എന്ത് ചെയ്യും? അതെ, എനിക്ക് പറ്റില്ല ഓരോ വണ്ടി വലി എടുത്ത് തലയിൽ വെക്കാൻ. സുരേന്ദ്രൻ മുതലാളിയുടെ കാര്യം ഞാൻ അമ്മാവനോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതെ, പറഞ്ഞിട്ടുള്ളപ്പോ അതല്ലല്ലോ. അവൻ വേണ്ടി ഈ പാർട്ടിക്ക് വേണ്ടിട്ട് അവരുടെ കോറിയൊക്കെ പൂട്ടിക്കാൻ പറഞ്ഞ അമ്മാവനെ പേടിയുണ്ട് ക്ലീറ്റോനെ അമ്മാവൻ പറഞ്ഞ കേൾക്കും. ഞാൻ പറഞ്ഞ അവൻ കേക്ക്. ഇന്ന് വരെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടിട്ടുണ്ടാ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയണേ? എന്ത് ചെയ്താലും വേണ്ടില്ല. ഇനി ഞാൻ ഇങ്ങടില്ല. എപ്പോ വന്നാലും ഞാൻ രണ്ടാളുള്ളപ്പോ തർക്കം തീർക്കാൻ വരുന്ന ഒരു കാര്യം. ഇപ്പൊ ഒറ്റയ്ക്കല്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതി വരുമ്പോ ഇപ്പൊ നാട്ടുകാരെ നെഞ്ഞത്തായി അവൻ. അല്ല, എന്റെ പണി എന്താ ഞാൻ അറിയാണ്ട് ചോദിക്കാം. കഷ്ടമുണ്ട് അമ്മാവ, ഈ ഒരു പ്രാവശ്യം കൂടി അമ്മാവൻ ക്ഷമിക്ക്. പറ്റില്ല. എനിക്ക് അവന്റെ വർത്താനം കേട്ടപ്പോ കണ്ട ആ താക്കീത് സമാധാനം തരില്ലല്ലോ ഈശ്വര. എന്താ അത്?